ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസം. അങ്ങനെ രാവിലെ പതിവ് പടി എണീറ്റു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എണീറ്റ് കുരിശ് വരയ്ക്കുമ്പോൾ ഒപ്പം ചാക്കോച്ചൻ നമ്മുടെ താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഇവനാണ് ആദ്യം എണീക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അവനവിടെ കിടന്നത് കളിക്കുന്നു. ഇപ്പം ഞാൻ എപ്പോഴും പറയും, രാവിലെ കുരിശ് വരച്ച് കണ്ട് കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത് നമ്മുടെ ചാക്കോച്ചനെയാന്ന് പറയും കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ അവിടെ കിടന്ന് കളിക്കുന്നു. അങ്ങനെ ഞാൻ പതിവ് പോലെ മുറ്റത്തൊക്കെ ഇറങ്ങി. അപ്പോൾ എന്നും എനിക്കിതുപോലെ രാവിലെ എണീറ്റൊന്ന് മുറ്റത്തേക്ക് നോക്കിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അതങ്ങനെ ഒരു ശീലമായിട്ടാണ്, കുറേ നാളുകളായിട്ടുള്ളൊരു ശീലമാണത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പൂരിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രാത്രി നിങ്ങൾക്ക്. ഇപ്പോൾ രാവിലെ ഇന്ന് ഒരു കുട്ടി വിളിച്ചിട്ട് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പരിപ്പും പൂരിയും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ തലേ ദിവസം രാത്രിക്ക് എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാവിലെ നിങ്ങൾ 9 മണിക്ക് കാണുമ്പോൾ 9:30 ആകുമ്പോഴല്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോഴേക്കും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുടെ ബന്ധം കേട്ടോ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പും പൂരിയും. അപ്പോൾ ഈ പൂരി പറഞ്ഞ പോലെ നിങ്ങളായാലും ചപ്പാത്തി വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് പൂരി ഉണ്ടാക്കി നോക്കി ഭയങ്കര ടേസ്റ്റാട്ടോ. വാങ്ങിയിട്ടല്ല, ഉണ്ടാക്കിയിട്ടായാലും, അതായത് കനം കുറച്ച് പരത്തിയിട്ട് ചെറിയ പീസുകളായിട്ട് വെക്കുമ്പോൾ ഫുൾ പൊളച്ചിട്ട് നല്ല പൂരിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോമു എണീറ്റ് വന്നു. ഡ്രസ്സ് മാറിയിട്ടാണല്ലോ ഇപ്പോൾ അവൻ ഇറങ്ങി വരണത്. അപ്പോൾ ചാക്കോച്ചിന് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് വെച്ച് കൊടുത്തിട്ടാണ് കെടുത്തുക കേട്ടോ. അപ്പോൾ തോമു ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഡിവൈനിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തോമുവിനെ ആക്കിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിന് വരുള്ളൂ. പിന്നെ ചാക്കോച്ചനെ സംബന്ധിച്ച് അവനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ കുറച്ച് നേരം കളിക്കും. അപ്പാപ്പൻ ഉണ്ടായാൽ പിന്നെ ഒന്നും വേണ്ട അവന്. അപ്പോൾ തോമു ഇപ്പോൾ ഒരു മടിയില്ലാണ്ട് രാവിലെ എണീറ്റ അപ്പം തന്നെ പോവാം എന്നുള്ള ഒരു സ്ഥിതിയാണ് കേട്ടോ. അവൻ നേരെ വണ്ടി ബാഗ് എടുത്ത് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഓട്ടോ വിളിക്കുക, അതിൽ കയറുക, പോവുക, അങ്ങനെയായി. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് നേരം ഒന്ന് കരയുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ തോമുച്ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അപ്പാപ്പനും പോയി പുറത്തേക്ക്. അപ്പോൾ ഞാനും ചാക്കോച്ചനും മാത്രമായി. അപ്പോൾ ഞാൻ ചാക്കോച്ചനോട് അവന് വർത്താനം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും കേട്ടോ കുറേ നേരം. പക്ഷേ ഇന്നവൻ പതുക്കെ കമലാൻ നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ കിടത്താന്ന് പറഞ്ഞാൽ പേടിയായി തുടങ്ങി. താഴത്ത് തന്നെ കിടത്തണം. അപ്പോൾ അതിൻ്റെ മാറ്റ് ഇട്ടിട്ട് വേണം കിടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുട്ടികളകത്തുള്ള സമയത്ത് നമുക്ക് കിടത്താനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ കുമ്പിട്ടിട്ട് അവനെ നോക്കാനെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കിടത്തണത് കേട്ടോ. അപ്പോൾ താരാട്ട് പാട്ടുകളൊക്കെ വെച്ച് ചാക്കോച്ചൻ അതിൻ്റെ ഒപ്പം എന്താ പറയുക, മുക്കലും മൂളലും ഉറങ്ങലും ഒക്കെ ആയിട്ട് വേറെ ഒരു പ്രശ്നങ്ങളില്ല അവനെ കൊണ്ട് കേട്ടോ. അങ്ങനെ കിടന്നോളും. അപ്പോൾ കുറച്ച് നേരം എങ്ങാനും എടുത്ത് അപ്പാപ്പനൊന്ന് ഉറക്കാൻ നോക്കിയാൽ അത് മതി. അപ്പോൾ അപ്പാപ്പൻ ഉച്ചയ്ക്ക് വരുന്നതിൻ്റെ മുമ്പായിട്ട് അവനൊന്നൊരു പൂച്ചുറക്കം ഉറങ്ങി. അപ്പാപ്പൻ വന്നിട്ടാണ് ശരിക്ക് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അകത്ത് ചെയ്തു. കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളായിട്ട് ചെയ്യുന്ന കുറേ പണികളാണുള്ളത്. അപ്പോൾ അത് ഏത് വീട്ടിലും അങ്ങനെയാണ്. നമ്മൾക്ക് പണിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചാലില്ല. പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുറേ പണികളുണ്ട്, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കാലത്ത് നമ്മളുടെ പാച്ചുവിൻ്റെ വീഡിയോസ് 2-3 നേരം എനിക്കും ഡാഡിക്കും ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ, നമ്മൾ കുട്ടികളുടെ ഫോട്ടോസ് അങ്ങോട്ടും ഇടും. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പൊന്നു പോയാലും അങ്ങനെ മിസ് ചെയ്യില്ല. കാരണം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പണ്ടത്തെ പോലെയല്ലല്ലോ. ഞങ്ങളുടെ കാലത്തൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഡോൺ ഞങ്ങളുടെ വീട്ടിലത്തെ ആദ്യത്തെ മോനാണ്. അപ്പോൾ ഡോണിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മച്ച് ബുധനാഴ്ച ആവാൻ കാത്തിരിക്കും. ബുധനാഴ്ച ഔസേപിതാവിൻ്റെ പള്ളിയിലേക്ക് വരുമ്പോഴോട് കൂടിയിട്ട് പേരും തൊട്ട് ഔസേപിതാവിൻ്റെ പള്ളിയിലേക്ക് വരികയെന്ന്. ഇപ്പോൾ വരണത് ഡോണിനെ കാണാൻ. അങ്ങനെ ഓടി വരണ ഒരു കാലം ഉണ്ടായിട്ട് പിന്നെ ശനിയാഴ്ച ബുധനും ശനിയായി അമ്മച്ചി അല്ലെങ്കിൽ അപ്പച്ചൻ, അമ്മച്ചി ബുധനും ശനിയും വരും, അപ്പച്ചൻ ഞായറാഴ്ച ഓടി വരും. അപ്പം ഞങ്ങൾ എന്ത് കാണിക്കും, ഞങ്ങൾ ശനിയാഴ്ച അങ്ങടാ പോകും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി എല്ലാവർക്കും ഞങ്ങളെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും അല്ല ഇപ്പോഴത്തെ കാലഘട്ടം. പിന്നെ ഫോണിൽ കൂടിയായി. ഇപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ കാണാവുന്നൊരവസ്ഥയായി. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉച്ചയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഡിവൈൻ എത്തുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ്.
അപ്പോൾ ഞാനപ്പോൾ ആ സമയത്ത് ചാക്കോച്ചൻ ഉറങ്ങിയ നേരത്ത് നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ സമയം ഉച്ച നേരമാണ്, 2:30ക്ക് പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ പുതിയ കൊണ്ടുവന്ന സാധനങ്ങൾ സെറ്റ് ചെയ്യാനും അത് ഫോട്ടോ എടുക്കാനും അയച്ചു കൊടുക്കാനും ഒക്കെ നിൽക്കും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്, കുറേ കൊന്തകളാണ്. കൊന്ത ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഓർഡറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, കൊന്ത കേട്ടോ. അപ്പോൾ ഇത് കരിമണിയുടെ കൊന്തയാണ്. കരിമണിയുടെ തന്നെ 2 പാറ്റേൺ ഉണ്ട്. സാധാരണ വലിപ്പവും വലിയ വലിപ്പമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുരിശും ഇടയിലുള്ള മാതാവിൻ്റെ രൂപം മാത്രമാണ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് കുഞ്ഞു മണിയാണ് കേട്ടോ. ഇത് കൊന്തയുടെ കൊച്ചു മണികളാണ്. അപ്പോൾ അതുമേയും ഈ പറഞ്ഞ വേളാങ്കണ്ണി മാതാവാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും വേളാങ്കണ്ണി മാതാവാണ്. അപ്പോൾ അങ്ങനെ ഇത് ചെറിയ മണി. അപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയിലുള്ള ചങ്ങലയ്ക്ക് ഇത്തിരി നീളം കൂടും, കണ്ടു. അതെങ്ങനെ എന്തിനാണെന്ന് വെച്ചാൽ കഴുത്തിക്കൂടെ ഇടുമ്പോൾ നീളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയിൽ ഇത്തിരി നീളത്തിൽ ഇടണത്, ആ മണികൾ ഇടണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കുഞ്ഞിതാണ്, അതുകൊണ്ട് നീളത്തിന് കഴുത്തിക്കൂടെ ഇടാൻ വേണ്ടിയിട്ട് 8 പിടി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഇതിൽ ചെയ്തേക്കുന്നത്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി വലിയ മണിയുള്ള കൊന്തയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു 5 പാറ്റേൺ അങ്ങോട്ട് കൊന്തയുണ്ട് നമ്മളുടെ കയ്യിൽ, ഈ ഗോൾഡ് മാത്രം. പിന്നെ പേളിൻ്റെ ഉണ്ട്, പേള് 2 3 പാറ്റേൺ ഉണ്ട്, കരിമണി 2 പാറ്റേൺ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 7 പാറ്റേൺ കൊന്തയുണ്ട് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഓവൽ ഷേപ്പ്, നമ്മുടെ ഗോതമ്പ് മണി എന്ന് പറയില്ലേ, ആ പേളിന് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. എനിക്ക് ഇതിൽ ശരിക്കും കാണുന്നില്ല. ഞാനത് ഫോട്ടോ എടുത്തപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ഇങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്ങനെ വരണേന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതിൻ്റെ കണ്ടു, 1 മണിക്ക് പകരം അവർ 3 മണി ഇങ്ങനെ കോർത്തൊക്കെ പേളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ മണിയിട്ടൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കുറേ പാറ്റേണുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കുർബാന സ്വീകരണത്തിനായിട്ട് കൊന്ത കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ബർത്ത്ഡേക്ക് ഇത് ഈ കൊന്തയാണ് ഞാൻ പറഞ്ഞിട്ട് കണ്ടു, കാണുമ്പോൾ എന്ത് ഭംഗി അറിയോ, ഒരു പ്രത്യേക തരം ഗ്ലേസിങ്ങാണ് ആ പേളിന്. അതുപോലെ ആ ഗോതമ്പ് മണിയുടെ പോലെ ആ ഗോൾഡ് മുത്തും കാണുമ്പോൾ ഒരു കുരിശിനും അതൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇലയാണിത്, ഫുൾ വൈറ്റ് AD സ്റ്റോൺസാണ് കേട്ടോ. കൊച്ചു കൊച്ചു സ്റ്റോണുകളാണ്. ഒരില ചെരിഞ്ഞ് കിടക്കുന്ന പോലെയാണ്. ലോക്കറ്റ് മാലയും ഇട്ടിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്. ഒറ്റയ്ക്ക് വേണമെങ്കിലും കിട്ടും. ഇത് കല്ലാണ്, ഫുൾ കല്ലാണ് കേട്ടോ. പിന്നെ ഇനി പറഞ്ഞുള്ളത് ഡയമണ്ടിൻ്റെ ഫിനിഷ്, അതുതന്നെ വളയുണ്ട്, സെയിം സെൻറ്ററിൽ കുറച്ച് വലിപ്പമുള്ള കല്ലായിട്ട് ഇതുപോലെ. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8-9 പാറ്റേൺ ഉണ്ട്. അത് 3-4 എണ്ണം മുമ്പത്തെ ഇതിലായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന കാരണം ഞാനിതെടുത്ത് വീഡിയോ ഇട്ടതാണ് കേട്ടോ. എടുത്തപ്പോൾ ഞാൻ ഇട്ടതാണ്. ഇതിൻ്റെ തന്നെ കുറേ പാറ്റേൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നമ്മുടെ സൂചി നൂലും കമ്മൽ പുതിയ പാറ്റേൺ വന്നതാണ്. അതായത് റൂബി വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, ലവും ഉണ്ട്, ചതുരനും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വയറും ലവും റൂബി ഉണ്ട്, റൂബി വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഓരോ പാറ്റേൺ ഓരോ തരത്തിലാണുള്ളത്. അപ്പോൾ ഈ സൂചി നൂലും കമ്മലും അതെ ഭയങ്കര എന്താ പറയുക ഡിമാൻഡുള്ളൊരു സംഭവമാണ്. കാണാനും നല്ല ഭംഗി, വിലയും അധികം ഇല്ല. അപ്പോൾ അങ്ങനെ ഈ സൂചി നൂലും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് സൂചി നൂലും വാങ്ങിയ ഒരു മോള്, ഞാൻ പേരൊന്നും പറയില്ല കേട്ടോ, ഇനിയിപ്പോൾ അവർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ, ഇതിട്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാതിൽ കിടക്കണ കാണാനായിട്ട്. അപ്പോൾ ഈ ലവ് ഇങ്ങനെ പറ്റി കിടക്കും. ആ മോള് ഒരു വൈറ്റ് ഡംബൽസിൻ്റെ ഉണ്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ വെച്ചാൽ ലവാണ്. അപ്പോൾ കാതിലിങ്ങനെ പറ്റി കിടക്കും, ബാക്കിൽ കൂടെ ഇതിൻ്റെ ഇത് ഞാന്ന് കിടക്കും. അങ്ങനെ അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ സൂചി നൂലും കമ്മലെന്ന് പറയുമ്പോൾ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടോ. എങ്ങനെയാണാവുമെന്നുണ്ടാവും. അങ്ങനെ ഉച്ച തിരിഞ്ഞ് 4:30 ആയപ്പോഴും 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഡിവൈൻ വന്നു. ഡിവൈൻ ഷാഡോസിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതും പിന്നെ സ്റ്റുഡിയോയിൽ പോയി, പിന്നെ കുറേ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തോമുട്ടനെ കൊണ്ടുവരാൻ പോയത്. അപ്പോൾ തോമുട്ടൻ്റെ അപ്പാപ്പൻ്റെ കൂടെ 2 വീലർമ്മ അങ്ങനെ പറപ്പിച്ച് വന്ന് മുട്ടിയൊക്കെ പറന്ന് കിടക്കണം. അപ്പോൾ തോമുട്ടനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അവനാവശ്യം ഫസ്റ്റ് തന്നെ ജ്യൂസാണ്. അപ്പോൾ ചെരുപ്പൊക്കെ ഊരി നല്ല മിടുക്കനായിട്ട്, നമ്മുടെ പിള്ളേരും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, അകത്ത് ഭയങ്കര ഒതുക്കത്തിൽ. അപ്പോൾ അവനെ ഓടിപ്പോയി അവൻ ഫ്രിഡ്ജിൽ നിന്ന് ഇതിനാണ് ഞാൻ കുഞ്ഞ് ജ്യൂസ് വാങ്ങി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ഓടിപ്പോയിട്ട് അവന് തണുത്ത വെള്ളം വേണം. അപ്പോൾ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബോട്ടിൽ ജ്യൂസ് എടുത്തിട്ട് അതും കൊണ്ട് മൂപ്പര് മുകളിലേക്ക് പോകും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ചാക്കോച്ചനും അമ്മയും തോമുട്ടനും അവിടെ ഉണ്ടാവും. പിന്നെ
കുറച്ച് സന്ധ്യ ആകുമ്പോൾ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാരികൾ ഇനി ഇവിടുന്ന് 2-3 ഫംഗ്ഷൻ അടുപ്പിച്ചിട്ടുണ്ട്. സാരി എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അലമാരി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചു. കാരണം പല സാരികൾ പല പാക്കിലായിരിക്കണം. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സെക്ഷൻ ഓരോന്നിൽ വയ്ക്കും. അപ്പം ഞാനിത് പാച്ചുവിൻ്റെ മാമോദീസയ്ക്ക് ബർത്ത്ഡേക്ക് കൊടുത്തിട്ട് ആ സാരി തപ്പിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം നോക്കിയപ്പോൾ ബാഗ് തെറ്റിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അഴിച്ച് പണിയാറായിട്ടുണ്ട് എൻ്റെ ബാഗ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും അഴിച്ച് പണിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഡാഡിയും ഞാനും കൂടിയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാൻ നിൽക്കുക. വേറെ ഒന്നുമല്ല, ഡിംപിളുടെ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങൾ കിട്ടാറായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യണം. പിന്നെ എന്തുട്ടാ, എനിക്കൊരു സാരി എടുക്കണം, ഡിംപിളിനൊരു സാരി എടുക്കണം. അങ്ങനെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്ന് ഉണ്ടായ പരിപാടി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. 27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ ബർത്ത്ഡേ എന്നുള്ളതല്ല, ഒരു മീറ്റപ്പ്, നിങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ആരെയും ഒറ്റയ്ക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ 3 പേരെയും കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഒരു വിഷമവും കൂടാണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വരിക. 3 മണിക്ക് തൊട്ട് 7 മണി വരെയാണ് നമ്മൾ സമയം വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞും എന്തെങ്കിലുമൊക്കെ കഴിച്ചും ഒക്കെ പിരിയാം. അത്രയേ നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ രംഗോളിയിലേക്ക് എത്തി. രംഗോളിയിലാണ് ഡിംപിളുടെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്നോട് വാങ്ങി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിംപിൾ വാങ്ങിയിട്ട് എല്ലാം കൂടി കളക്ട് ചെയ്ത് അവിടെ കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസത്തെ പരിപാടികളുണ്ട് പൊന്നുവിന്. അങ്ങനെ അവിടെ ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ ഡ്രസ്സുകൾ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടുത്തെ അവരെ കണ്ടിട്ടൊന്നുമില്ല, അവിടെ സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാഫാണ് എനിക്കത് തന്നത്. അപ്പോൾ ഞാൻ അതും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇതാണ് കേട്ടോ ആ ഫ്രോക്ക്, ഗൗണാണ്. അപ്പോൾ ബോഡിയിലും കയ്യിൻ്റെ അറ്റത്തും വർക്കുണ്ട്. അപ്പോൾ പൊന്നു വന്നിട്ട് ഏൽപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതും കൊണ്ട് ഞാനും ഡാഡിയും പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് നമ്മുടെ ലൈറ്റിലേക്കാണ്. അപ്പോൾ ഈ കളർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഡിംപിളിന് ഒരു ഫങ്ഷന് വേണ്ടിയിട്ടിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ മൂക്കുത്തി എടുക്കാനായിട്ട് പോയ ഒരു വീഡിയോയിൽ ഈ കളർ ഡ്രസ്സായിരുന്നു. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പേളിൻ്റെ വർക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തതാട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എലൈറ്റിലേക്കാണ് പോയത്. എലൈറ്റ് എന്ന് പറയുന്നത് റൗണ്ടിൽ നിന്ന് ശരിക്കും ആ ബാറ്റേര അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഇടവഴിയുണ്ട്, അതിൽ കൂടെ പോയാൽ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടെ പാർക്കിംഗ് ഉണ്ട്, അല്ല മറ്റേ സ്ഥലത്ത് പാർക്കിംഗ് ഇല്ല ഫ്രണ്ട് വ്യൂവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ ഇത്തിരി പാടാണ്. പാർക്കിംഗ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആൾക്കാർ അവിടേക്ക് പോകാൻ മടിക്കും. പക്ഷേ അവിടെ പാർക്കിംഗ് ഈ അവിടുത്തെ ബാറ്റയുടെ തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ നിന്ന് നേരെ പോയി അറ്റത്ത് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് പോവുക. അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്നാണ്, എലൈറ്റ് സാരി ഹൗസിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡിംപിളിന് ഒരു ആഡിന് വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഇതുവരെ. അപ്പോൾ ഇതാണ് ഡിംപിളിന് എടുത്ത സാരി കേട്ടോ, ഡിസൈനർ സാരി. അപ്പോൾ അവർ കല്യാണത്തിന് എല്ലാവരും ഡിസൈനർ സാരി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പൊന്നൂന എന്നാൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഇതാണ് നമ്മുടെ ലിറ്റി മാമി വസന്തേട്ടനും. ഇവരാണ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഞാൻ അവിടെ ചെന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ലിറ്റി മാമ ഡിംപിളിന് ഒരു ഡിസൈനർ സാരി വേണം, ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞ വഴിക്ക് ആൾ പോയി എടുത്തുകൊണ്ടൊന്ന് ഉടുത്ത് കാണിച്ച് അതവിടെ മാറ്റി വെച്ചു. പിന്നാലെ വസന്തേട്ടൻ അതേ ഇങ്ങനെയെന്ന് പറയുമ്പോഴേക്കും വസന്തേട്ടൻ പോയിട്ട് എടുത്തുകൊണ്ട് എനിക്ക് പോലും സെലക്ട് ചെയ്യേണ്ട, ഡാഡീനെ അങ്ങനെ വിട്ടാൽ മതി, അവർ സെലക്ട് ചെയ്ത് കൊണ്ടുതരും. അങ്ങനെ അത്രയും വർഷം പഴക്കമുള്ളത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ നിറച്ച് മെറ്റീരിയലുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സാരികളൊക്കെ പുതിയതായിട്ടിരിക്കുക, പക്ഷേ ബ്ലൗസൊക്കെ ഈ പറഞ്ഞ പോലെ അന്നത്തെ സ്റ്റൈലിൽ തയ്ച്ചിട്ട് ഈ കുഞ്ഞ് കൈയുള്ള ബ്ലൗസുകളാണ്. എനിക്കാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കയ്യിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ടാൻ പോലെയുള്ള കാരണം എനിക്ക് ഭയങ്കര മടിയാക്കും ചെറിയ കൈയുള്ള ബ്ലൗസ് ഇടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് കുറച്ച് മെറ്റീരിയൽ എടുത്ത് സാരികൾക്ക് ബ്ലൗസുകൾ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സാരികളൊക്കെ ഉപയോഗിക്കാം. കാരണം നല്ല വില കൊടുത്ത് എടുത്തിട്ടുള്ള നല്ല നല്ല സാരികൾ പെട്ടിയിലിരിക്കും. ബ്ലൗസ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം. പിന്നെ വയറായപ്പോൾ എനിക്ക് അടിയിൽ ബട്ടൺ ഇടാൻ എത്തുന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് സാരി ഉടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റൗണ്ട് വഴി പോയി കുകുന്തയിൽ പോയി.
അവിടെ ഡിംപിൾ വിളിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് തയ്ക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അറിയാമല്ലോ ഡിംപിളിൻ്റെ ഇപ്പോൾ ഒരുവിധം മറ്റേ ഗൗണും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ഇപ്രാവശ്യം ഒക്കെ തയ്ച്ചത് കേട്ടോ. പിന്നെ അധിക ഭാഗം തയ്ക്കുക നമ്മുടെ ഇവിടെ ഷാഡോസിലാണ് തയ്ക്കുക. അപ്പോൾ ഷാഡോസിലാണെങ്കിൽ ഇപ്പോൾ അതേ പുതിയ ഒരു സ്റ്റിച്ചിങ്ങിന് ഒരാൾ വന്നിട്ടുണ്ട്. ജെൻസ് തയ്ച്ച് കഴിഞ്ഞാൽ ലേഡീസിൻ്റെ ബ്ലൗസ് ഭംഗിയുണ്ടാവുന്ന ഒരു പറച്ചിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഡിവൈൻ്റെ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടി നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് തന്നെയാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ സെൻറ്റ് തോമസിൻ്റെ അവിടുന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ സെൻറ്റ് തോമസിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് സെൻറ്റ് മേരീസിലേക്ക് തിരിയുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കുകുന്ത കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്ന് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനവിടെ ഡിംപിൾ അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് ഏൽപ്പിച്ചതനുസരിച്ച് ഞാനവിടെ പോയി ആ കവർ അവരെ ഏൽപ്പിച്ചിട്ട് മടങ്ങുക ചെയ്തത്. പിന്നെ ഒക്കെ അവർ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇനി എപ്പോഴാണ് പോയി വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ഞാനോ ഡാഡിയോ പോയിട്ട് അത് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് സെൻറ്റ് മേരീസ് എത്തുന്നതിൻ്റെ മുമ്പാണ് കുകുന്ത. ഇതാണ് ആ സ്ഥലം കേട്ടോ, ആ ബൊട്ടിക്ക് ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് അത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാനായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഈ സാരിക്ക് കെട്ടിടാൻ പറ്റിയില്ല. കാരണം അപ്പം തന്നെ പോരണ കാരണം എനിക്ക് സാരിക്ക് കെട്ടിടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ വസന്തേട്ടനും പറഞ്ഞു തൽക്കാലം കുഞ്ചലം വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ശരി ഹൈ റൂട്ടിലേക്ക് ഒന്ന് പോവാം. ഞാനും ഡാഡിയും വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് ഇപ്പോൾ പോകാറുള്ളൂ, പറ്റാറില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ആവശ്യവും വരാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാർ പോർച്ചിൽ കാറിട്ടിട്ട് ഞാനും ഡാഡിയും പതുക്കെ നടന്നു. പിന്നെ സന്ധ്യ നേരമായ കാരണം നല്ല സുഖമുണ്ടായിരുന്നു, വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും 6:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ടിപ്പ് ടോപ്പിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ ഐറ്റംസ്, പിന്നെ ഈ പറഞ്ഞ പോലത്തെ സാരിയുടെ സാധനങ്ങൾ എല്ലാതും ഉണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാരി കൊടുത്തിട്ട് ഞാനതിൻ്റെ ഇത് കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഷാഡോസിലേക്ക് വന്നു. ഷാഡോസിൽ വന്ന് അത് തയ്ക്കാൻ കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ സാരി കേട്ടോ. അപ്പോൾ സാരിയുടെ ബോർഡറുമേ നല്ല വീതിയുള്ള ബോർഡറാണ്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ വസന്തേട്ടൻ പറയും ഇതെടുത്തോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കാറില്ല, അത് എടുക്കും. ലിറ്റി മാമിയും വസന്തേട്ടനും പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് അപ്പീലില്ല എന്ന് പറയും ഞാൻ. കാരണം അവരെ നമ്മൾക്ക് നല്ലത് എടുത്ത് തരുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടുപോയ സാരിയുടെ ബാഗാണ്. ഞാൻ വിചാരിച്ചു നാളെ കംപ്ലീറ്റ് ഒതുക്കുക, അതോടുകൂടി നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം. കുറേ പേരായി എന്നോട് സാരിയുടെ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഞാൻ നാളെ ഒതുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, എപ്പോഴാണ് ഇടാമെന്ന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഊണ് കഴിക്കാൻ ഒക്കെ റെഡി. ഡിവൈൻ്റെ വക പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ ഡിവൈൻ കിടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കംപ്ലീറ്റ് ഇട്ടിട്ട് കിടന്നു. അപ്പോൾ രാവിലെ ആരാണോ എണീക്കുന്നത് അവരതൊന്ന് ഓൺ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഒരു കരാറുമ്പോൾ ഞങ്ങൾ കിടന്നു കേട്ടോ. അങ്ങനെ കുട്ടികളും ഡോണും പോയി. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി, കാരണം ഇവരെന്തോ സിനിമ കാണാനിരുന്നു. ഡാഡി അങ്ങനെ സിനിമകളൊന്നും കാണാനിരിക്കാറില്ല. ഇന്നെന്തോ മൂപ്പര് അന്തോണി എന്ന് പറഞ്ഞ സിനിമയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാണാനിരുന്നു. ഞാൻ ആ വഴിക്ക് പോയില്ല കേട്ടോ. അങ്ങനെ നാളേക്കുള്ള മാവൊക്കെ അരച്ചു. നാളെ ഒരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. നന്നായാൽ ഞാൻ അതിൻ്റെ കൂട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു അങ്ങോട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് കാണാം, അതല്ലേ നല്ലത്.